ഹായ് എവരി വൺ, നിങ്ങൾക്ക് ശുഭദിനം നേരുന്നു. ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അനാവശ്യമായ ഭയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. സാധാരണ ജനങ്ങൾ ഭയത്തോടെ നോക്കിക്കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലർക്ക് ലിഫ്റ്റിൽ കയറാൻ പേടിയാണ്, ചിലർക്ക് വളരെ ഉയരമുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ കയറാൻ പേടിയാണ്. തോൽവിയെക്കുറിച്ച് മിക്കുള്ളവർക്കും ഭയമാണ്. അതേപോലെ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുവാൻ മിക്കുള്ളവർക്കും പേടിയാണ്, ഭയമാണ്. ജോലിയിൽ തുടക്കക്കാരായ ആളുകൾക്ക് മാത്രമല്ല, പരിചയസമ്പന്നരായ ആളുകൾക്ക് വരെ കമ്പനിയുടെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുവാൻ ഭയമാണ്. സംസാരത്തിൽ താൻ എന്തെങ്കിലും വിളിച്ചു പറയുമോ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അവർ എന്ത് വിചാരിക്കും, ഇതൊക്കെയാണ് അവരുടെ ഭയം. മറ്റു ചിലർ സ്വന്തമായൊരു ബിസിനസ് ആരംഭിക്കാൻ അല്ലെങ്കിൽ ഓഫീസിലെ മറ്റൊരു ജോലി മാറി ചെയ്യാൻ ഭയക്കുന്നു. നിലവിലെ ജോലിയിൽ സംതൃപ്തരല്ലാത്തവരും മെച്ചപ്പെട്ട തൊഴിൽ അന്തരീക്ഷം തേടി നടക്കുന്നവരും അങ്ങനെയുള്ള പതിനായിരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതിനായി ചെറിയൊരു വിരൽ അനക്കാൻ പോലും അവർ ഭയപ്പെടുന്നു. മനസ്സിൽ തോന്നിയൊരു കാര്യം മറ്റുള്ളവരോട് പറയാൻ മറ്റു ചിലർക്ക് പേടിയാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും പേടിയാണ് മറ്റു ചിലർക്ക്. സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ ചിലർക്ക് ഭയമാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഭയപ്പെടേണ്ടതായ ഒരു കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചെയ്യുവാൻ നാം ഭയപ്പെടുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ഭയത്തിന്റെ മരണം ഉറപ്പാണ്. ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അസ്വസ്ഥനാകുവാനുള്ള താല്പര്യം നിങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യുവാൻ ഭയക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, ആ അസ്വസ്ഥത അനുഭവിക്കുവാനുള്ള താല്പര്യം നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്വന്തം കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ജീവിത വിജയം എത്തിപ്പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ വിജയിച്ചൊരു വ്യക്തിയെ നിങ്ങൾ കാണിച്ചു തന്നാൽ പകരം സ്വന്തം ഭയങ്ങൾ അഭിമുഖീകരിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തോൽക്കാൻ പേടിക്കുന്ന ഒരാളും ഇന്നേ വരെ വിജയം വരിച്ചിട്ടില്ല. നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ തോൽക്കാൻ നമ്മൾ ഇഷ്ടപ്പെടണം. കാരണം വിജയത്തിലേക്കുള്ള കൽപ്പടവുകളാണ് തോൽവി എന്നുള്ളത്. ഫെയിലുവർ റേറ്റ് അഥവാ തോൽവിയുടെ റേറ്റ് നാം വർദ്ധിപ്പിച്ചാൽ നമ്മുടെ വിജയത്തിന്റെ റേറ്റ് നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഭയക്കുന്നുവെങ്കിൽ അതങ്ങോട്ട് ചെയ്യുക. കാരണം അതാണ് ആ ഭയത്തെ പരിചയപ്പെടുത്തുവാനുള്ള ഒരേ ഒരു മാർഗം. നാം ഒരു തീരുമാനമെടുക്കുക. ഞാൻ ഈ ഒരു വർഷം തോൽക്കാൻ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നു. എന്നിട്ട് എനിക്ക് പേടിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. എന്തിനെന്ന് വെച്ചാൽ തോൽക്കാൻ വേണ്ടി തന്നെ ചെയ്യാൻ പോവുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി നിങ്ങൾക്ക് സംസാരിക്കുന്ന ഭയമാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നേരെ പോയി അങ്ങോട്ട് സംസാരിക്കുക. അങ്ങോട്ട് പേടി കൂടാതെ സംസാരിക്കുക. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ വലിയ ആളാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് തോൽവിയെ പരാജയപ്പെടുത്താനും അങ്ങനെ ഭയത്തെ ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടിയാണ്. കാരണം ഇന്നവരെ തോൽക്കാൻ തയ്യാറാകാത്ത ഒരാളും വിജയത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് വിജയിക്കണോ, നിങ്ങൾ തോൽവിയെ ഇഷ്ടപ്പെടുക. ഓരോ തോൽവിയും ഒരു പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ സ്വപ്നങ്ങളെ പാർത്ത് കുറ്റബോധവും പേര് നടക്കുന്ന ഒരാളായി മാറരുത് നാം ഒരിക്കലും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഭയങ്ങളെ അഭിമുഖീകരിക്കുവാൻ നാം സ്വയം തയ്യാറെടുക്കുക. അതുപോലെ വ്യായാമത്താൽ മറ്റേതൊരു മസിൽ നമുക്ക് ശക്തിപ്പെടുത്തുവാൻ സാധിക്കുന്നത് പോലെ തന്നെ ധൈര്യത്തിന്റെ മസിൽ നമുക്ക് ശക്തിപ്പെടുത്തുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഭയത്തിനിടയിലും ഉന്തിത്തള്ളി ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ സാധിച്ചാൽ അത് മറ്റ് മേഖലകളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെടുവാനുള്ള ആത്മവിശ്വാസം അഥവാ കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാകുന്നു. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കൊണ്ട് അരികെ ചെന്ന് ഡാൻസ് കളിക്കാം. പക്ഷേ അസ്വസ്ഥനാകുവാൻ സ്വയം തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും സ്വന്തം കഴിവുകളെ അതിന്റെ സാധ്യമായ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുകയില്ല. കഷ്ടപ്പാടുകൾക്കും വെല്ലുവിളികൾക്കും മുഖം കൊടുക്കുവാൻ വിസമ്മതിക്കുന്നവരെ ജീവൻ തന്നെ അധികമൊന്നും നൽകി അനുഗ്രഹിക്കാറില്ല. അതായത്
ഒരു ജേതാവിന്റെ സ്ഥാനത്തേക്ക് സ്വയം നാം പ്രതിഷ്ഠിക്കുക എന്നതാണ് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അതായത് ഭയത്തെ അവഗണിച്ച് പ്രവർത്തിക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റിവിറ്റി കണ്ടുപിടിക്കുക, നിഷേധാത്മകമായ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക, മറ്റുള്ളവരുടെ കുറവുകൾ എണ്ണുന്നതിൽ നിന്നും പിന്മാറുക. സ്വന്തം ഭയങ്ങളെ അഭിമുഖീകരിക്കുവാൻ സാധിച്ചാൽ തന്റെ കഴിവുകളെ പൂർണ്ണതയിൽ എത്തിച്ച് താൻ അർഹിക്കുന്ന വിസ്മയകരമായ ഒരു ജീവൻ നിങ്ങൾക്ക് സാധ്യമാക്കും. ആ ഒരു തീരുമാനത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല. നമുക്ക് നമ്മുടെ ഭൂതകാലത്തെ മാറ്റുവാൻ സാധിക്കില്ല, മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളെ പ്രവർത്തനങ്ങളെ മാറ്റുവാൻ സാധിക്കില്ല, അനിവാര്യമായി നമ്മുടെ വിധിയെ നമുക്ക് ഒരിക്കലും മാറ്റുവാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് നമ്മുടെ മനോഭാവത്തെ മാറ്റുവാൻ സാധിക്കും, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റുവാൻ സാധിക്കും. എപ്പോഴും ഒരു പോസിറ്റീവായ മനോഭാവം വെച്ചു പുലർത്തുക. ജീവിതം എന്നത് 10% നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ബാക്കി 90% ആ സംഭവങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മനോഭാവത്തിന്റെ നിയന്ത്രണം നമുക്ക് തന്നെയാണ്, നമ്മുടെ മനോഭാവത്തിന്റെ നിയന്ത്രണം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളിലുള്ള എല്ലാ തരത്തിലുമുള്ള ഭയത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ വസന്തം തീർക്കുവാൻ ഇതാ സമയം ആഗതമായിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരും സൗഭാഗ്യം നിങ്ങൾക്ക് നേരുന്നു. ഞാൻ ഈ പറഞ്ഞ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ലൈക്ക് അടിക്കാം. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. താങ്ക് യു. ഗുഡ് ബൈ.